ഞാൻ സാധാരണ ദിവസവും കോഴിക്കോട് ക്ലീൻ ചെയ്യലുണ്ട്. അത് പറ്റിയില്ലെങ്കിൽ ഒന്നരാടനെങ്കിലും ചെയ്യലുണ്ട്. അപ്പോൾ ഇതിപ്പോൾ 3 ദിവസമായിട്ടോ ക്ലീൻ ചെയ്തിട്ട് ഓരോരോ തിരക്കിലായി പോയിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല. പിന്നെ മഴയൊക്കെ കൂടിയായിട്ട് ക്ലീനിങ് കുറച്ച് നേരം വൈകിപ്പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ കോഴിക്കോടിൻ്റെ ക്ലീനിങ് ആട്ടോ. ക്ലീനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഴക്കാലത്ത് ഞാൻ ഈ പറഞ്ഞ രീതിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പോയി ക്ലീൻ ചെയ്യേണ്ട, 2 ആഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ 3 ആഴ്ച കൂടുമ്പോഴൊക്കെ പോയിട്ടൊന്ന് റെഡി ആക്കിയാൽ മതി. അപ്പോൾ ഞാൻ സാധാരണ ന്യൂസ് പേപ്പറാണ് വിരിക്കലുള്ളത്. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറ്റലാണ്. കോഴി ഒന്നായിട്ട് ഇങ്ങനെ കൊത്തി പെറുക്കിയിടും. അപ്പോൾ ഇനിയിപ്പോൾ അതൊന്നും നടക്കൂല, ന്യൂസ് പേപ്പർ മാറ്റാനൊന്നും വരാൻ കഴിയൂല, മഴ സമ്മതിക്കൂല. അപ്പോൾ ഇന്ന് ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ചാക്കാട്ടോ. നമുക്ക് എല്ലാ പലചരക്ക് കടയിൽ ചെന്നാലും വെറുതെ കിട്ടുന്നതാണ്. അപ്പോൾ അതാ തള്ളക്കോനി മക്കളൊക്കെ പുറത്തിറക്കിയിട്ടുണ്ട്, ഇവരെ കൂട് ക്ലീൻ ചെയ്യാം. അപ്പോൾ കൂട് ക്ലീൻ ചെയ്യാൻ നേരം വയ്യപ്പോൾ കണ്ടില്ലേ, ഒരു കോഴിക്കുട്ടിക്ക് വയ്യാതായത് ചിറകൊക്കെ കണ്ടില്ലേ നിൽക്കുന്നത്, അതിന് മൂടി ചെയ്യലും ചിറക് താത്തി നിൽക്കലൊക്കെയാണ്. അതിൻ്റെ ബാക്ക് ഭാഗം നല്ല നീലം കലിച്ച പോലെ ഉണ്ട്. ദഹനക്കേടൊക്കെ ആയിട്ടാണ്. ഈ കാഷ്ടത്തിൽ നിൽക്കുമ്പോൾ കാഷ്ടം ബാക്കിൽ ഒട്ടി പിടിച്ചിട്ടൊക്കെ ഉണ്ടാവുന്ന പ്രശ്നമാണ്. അതാണ് കൂട് ക്ലീൻ ചെയ്യാൻ നമ്മൾ ലേശം നേരം വൈകിപ്പോയാൽ ഈ ചെറുതുങ്ങൾക്ക് വേഗം അസുഖം വരും. അപ്പോൾ അതാ നമുക്ക് 2 ചാക്കുണ്ട്, അത് നമുക്ക് 4 കൂട്ടിലേക്ക് വിരിക്കാനുണ്ടാവും കേട്ടോ. ഒരു ചാക്ക് തന്നെ 2ആക്കി മുറിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ചാക്ക് 2 ടൈപ്പ് ഉണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇത് നല്ലൊരു ഉറപ്പുള്ള ടൈപ്പ് പ്ലാസ്റ്റിക്കിൻ്റെ ചാക്കാണ്. വേറെ ഒരു ടൈപ്പ് ഉണ്ട്, അരുകൂടൊക്കെ ഇങ്ങനെ നാര് നൂലിങ്ങനെ വലിഞ്ഞു വരുന്നത്. അങ്ങനത്തെ നമ്മൾ വിരിക്കരുത് കേട്ടോ. അങ്ങനത്തെ വിരിച്ചിട്ടുണ്ടെങ്കിൽ കോഴിക്കൂട്ടിൽ അത് കൊത്തി തിന്നിട്ട് അത് വേറൊരു പ്രശ്നമാവും. ഇത് തീരെ ഒന്നും വരില്ല കേട്ടോ. അപ്പോൾ നമ്മളെ കോഴിക്കൂടിൻ്റെ അടിയിലൊക്കെ നല്ല ഗ്യാപ്പ് ഉള്ളതിനെ കൊണ്ടാണ് ഞാൻ ഈ ഒരു പ്ലാസ്റ്റിക് ചാക്ക് വിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ശരിക്കും വിരിക്കണം എന്നില്ല, പിന്നെ വിരിച്ചാലൊരു വൃത്തിയാണ്. നമുക്ക് ചിപ്പിളിപ്പൊടി മാറ്റുമ്പോൾ വേഗം ചാക്കോടെടുത്ത് മാറ്റും ചെയ്യാം. അപ്പോൾ ഇതാണ് കുമ്മായ കേട്ടോ. കുമ്മായ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഴക്കാലത്ത് എല്ലാവരും കോഴി വളർത്തുന്ന എല്ലാവരും ഇതൊന്ന് വാങ്ങി വെക്കുന്നത് വളരെ നല്ലതാട്ടോ. ഇതിനധികം വിലയൊന്നുമില്ല. 5 കിലോൻ്റെ പേക്ക ഞാൻ വാങ്ങിയ 100 രൂപയാണ്. പിന്നെ അതുപോലെ തന്നെ ചിപ്പിളിപ്പൊടി ഒരുവിധം സ്ഥലത്തൊക്കെ വെറുതെ കൊടുക്കും. നമുക്കിവിടെ ഒരു വലിയൊരു ചാക്കിന് 50 രൂപ കേട്ടോ, ഒന്നായിട്ടുള്ള വലിയ ചാക്കിന്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുറേ കുമ്മായം വിതറിയുണ്ട്. കുമ്മായം നല്ലപോലെ ഈർപ്പം വലിച്ചെടുക്കും, നല്ലൊരു അണുനാശിനിയാണ്. അപ്പോൾ നമ്മൾ കോഴിക്കൂട് വൃത്തിയാക്കുമ്പോൾ എപ്പോഴും ഒരു പിടിയല്ല, ഒരു ലേശം കുമ്മായം ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാട്ടോ. അപ്പോൾ കുമ്മായം ഇട്ട് കൊടുത്തതിൻ്റെ മേലെ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് വിരിച്ചിട്ടുണ്ട്, അതിൻ്റെ മേലെ ഞാൻ കുറച്ചും കൂടി നേരിതാക്കിയിട്ട് കുമ്മായം വിതറി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ ശേഷമാണ് ഞാൻ ചിപ്പിളിപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ ചിപ്പിളിപ്പൊടി ഇട്ടിട്ട് തീരെ നനവില്ലാത്ത രീതിയിൽ കോഴിക്കൂട് കൊണ്ടുനടന്നാൽ നമുക്ക് എപ്പോഴും ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഒന്ന് ഈ ചിപ്പിളിപ്പൊടി മാറ്റി കൊടുത്താൽ മതി. ആഴ്ചയിൽ പറ്റുമെങ്കിൽ ആഴ്ചയിൽ, ഇല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ. അപ്പോൾ നല്ല മഴയുണ്ട്, നമുക്ക് പുറത്തിറങ്ങാൻ തന്നെ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ കൂട്ടിന് തുറന്ന് വിടാത്ത കോഴികൾക്ക് നനവും കൂടി ആകുമ്പോൾ വേഗം അസുഖം വരും. അപ്പോൾ ഇതേപോലെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ കുമ്മായ ഇടുക, ചിപ്പിളിപ്പൊടി ഇടുക. പിന്നെ അടുത്തുള്ളതാണ് വെള്ളം. ഇവർക്കുള്ള കുടിവെള്ളം നമ്മൾ വെക്കുമ്പോൾ തീരെ വെള്ളം കൂട്ടിലേക്ക് ആകാത്ത രീതിയിൽ ഇതുപോലത്തെ പാത്രത്തിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് 2 രീതിക്ക് നമുക്ക് വെക്കാം കേട്ടോ. ഇത് ഞാൻ നെറ്റ് കട്ട് ചെയ്തിട്ടാണ് ഈ ഒരു കുപ്പി വെച്ചിട്ടുള്ളത്. മറ്റേത് നെറ്റ് കട്ട് ചെയ്യാതെ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ കട്ട് ചെയ്യാനൊന്നും അറിയാത്തവർക്ക് ഇതുപോലെയും വെക്കാം കേട്ടോ. ഈ പാത്രം ഉള്ളിലേക്ക് വെച്ചിട്ട് ഇത് ഇങ്ങനെ ഒരു തുണിച്ചാറിട്ടിട്ട് കെട്ടിയതാട്ടോ. അപ്പോൾ ഇങ്ങനെയും വെക്കാം, അങ്ങനെയും വെക്കാം, 2 രീതിയിൽ വേണമെങ്കിലും വെക്കാം. അപ്പോൾ വെള്ളം ഉള്ളിലേക്ക് വല്ലാതെ ആവരുത് എന്ന് മാത്രമേ ഉള്ളൂ. കോഴിക്കുട്ടികൾക്ക് കുടിക്കാൻ മാത്രമുള്ള വെള്ളം മാത്രം അതിൽ വെച്ചാൽ മതി. അപ്പോൾ അതെല്ലാവരും കൂടി ഞാൻ ഈ കൂട്ടിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവർ കൂട് പുതിയതാക്കിയൊന്നല്ല നോക്കണത്, അതിനിവിടെ അയൽവാസികൾ തമ്മിലുള്ള തർക്കമാണ്. അപ്പോൾ മറ്റേ കോഴിനെപ്പോൾ ഇട്ടതാണ് ഈ കൂട്ടിലേക്ക്, അവൾ അപ്പുറത്തെ കൂട്ടിലേനി. അപ്പോൾ കൂട് നന്നാക്കിയപ്പോൾ ഇങ്ങോട്ടാക്കിയപ്പോൾ തമ്മിലുള്ള കൊത്തുംപിടിയാട്ടോ. അങ്ങനെ ഇനിയിപ്പോൾ ഞാൻ ഏകദേശം ഒരു 10-15 മിനിറ്റ് കൊണ്ട് റെഡിയാക്കിയ കൂടാണ്. തള്ളക്കോയ്ക്ക് ഇനിയിപ്പോൾ ഒരു 5 മിനിറ്റ് മതിയാവും ഇതൊന്നാരി ചിക്കി പെറുക്കാൻ. ഫുള്ള് കേടെത്തി കളയും. കോഴിക്കൂട് നനവില്ലാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു മഴക്കാലത്ത്. ചിലവരെ കോഴിക്കൂടൊക്കെ നല്ല മഴപ്പാറിൽ അടിക്കുന്ന സ്ഥലത്തായിരിക്കും. അപ്പോൾ മഴൻ്റെ ചാറ്റൽ മഴ അതും മഴ കൊള്ളുന്ന സ്ഥലത്താകുമ്പോൾ അതും പിന്നെ കോഴിക്കാഷ്ടം അതും പിന്നെ കോഴിക്ക് കുടിക്കാൻ കൊടുക്കുന്ന വെള്ളത്തിൻ്റെ നനവും ഒക്കെ കൂടി നനഞ്ഞ് ഇതാകുമ്പോൾ വേഗം തന്നെ കോഴിക്കുട്ടികൾക്ക് മൂടിച്ചിയൽ വരും. മൂടിച്ചിയൽ വന്നിട്ട് പിന്നെ ബാക്ക് ഭാഗം കല്ലിച്ചിട്ട് അസുഖം വന്ന് ചത്തുപോകും. പിന്നെ നമ്മൾ കുമ്മായം വിതറുമ്പോൾ കോഴിക്കൂടിൽ മാത്രമല്ല കോഴിക്കൂടിൻ്റെ അടിയിലൊക്കെ നല്ലോണം നമുക്ക് വിതറി കൊടുക്കാം കേട്ടോ. നല്ലൊരു അണുനാശിനിയാണിത്. പിന്നെ ഇല്ലാതെ വെക്കാനൊക്കെ നല്ല കേട്ടോ. നമ്മൾ നടന്നു പോകുന്ന സ്ഥലത്തൊക്കെ വഴുക്കലുണ്ടെങ്കിലൊക്കെ കുറച്ച് ഇട്ട് കൊടുക്കുക. ഞാനിത് എല്ലാ കോഴിക്കൂടിൻ്റെ ചോട്ടിലും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുമ്മായം. പിന്നെ ഇപ്പം നല്ല മഴയാണ്, അപ്പോൾ ചളിയാവും, മണ്ണൊക്കെ ചളിയാവും. അപ്പോൾ നമ്മൾ ഇത് 2 കോഴിക്കൂട് കണ്ടില്ലേ, 2 കോഴിക്കൂടിൻ്റെ ഇടയിൽ ഒരു 2 മഴ പെയ്തപ്പോൾ തന്നെ നല്ല വഴുക്കലായിട്ടുണ്ട്. ഇവിടെ തന്നെ ഞാൻ തന്നെ 2 പ്രാവശ്യം സ്ലിപ്പായി പോയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ കുമ്മായം ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഞാനിവിടെ കുറേ മെറ്റൽ കൊണ്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ചെറിയ ബേബി മെറ്റലോ അല്ലെങ്കിൽ വലിയ മെറ്റലാണെങ്കിലും കുറച്ച് ഉണ്ടെങ്കിൽ കല്ലോ മെറ്റലോ എന്തെങ്കിലും ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ വഴുക്കൽ വല്ലാതെ വഴുക്കൂല കേട്ടോ. പിന്നെ അങ്ങനെ നല്ല വഴുക്കുള്ള സ്ഥലത്ത് എന്തായാലും കുറച്ച് മെറ്റലൊക്കെ അതിൻ്റെ ചോർച്ച നോക്കി എല്ലാവരും ഇട്ട് കൊടുക്കുക. പിന്നെ കുമ്മായ എല്ലാവരും വാങ്ങിയേക്കാം കേട്ടോ. ഈ ഒരു മഴക്കാലത്ത് കോഴി വളർത്തുന്നവർക്ക് ഏറ്റവും ആവശ്യമാണ് കേട്ടോ.